ഒരു മുൾച്ചെടിയിൽ നിന്നെടുക്കുന്ന സുഗന്ധ പശ അഥവാ കറയാണ് മൂര് അഥവാ മീറ. എബ്രായ ഭാഷയിൽ മോർ എന്നാണ് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ സ്മുർണ എന്ന് പറയും. സുഗന്ധദ്രവ്യമായും ഔഷധമായും ഇത് ഉപയോഗിക്കാറുണ്ട്. ദക്ഷിണ അറേബ്യയിൽ നിന്നാണ് അധികവും ലഭിക്കുന്നത്. ദ്രാവക ഖര രൂപങ്ങളിലും തൈല രൂപത്തിലും ലഭ്യമാണ്. പുറപ്പാട് പുസ്തകം 30:23, ഉത്തമഗീതം 5-ാം അധ്യായം 5-13 വാക്യങ്ങൾ, എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. BC 2-ാം സഹസ്രാബ്ദം മുതൽ തന്നെ മൂര് അമൂല്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. അത് റാസ് ഷംറ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ശവശരീരത്തിൽ സുഗന്ധവർഗം ഇടുന്നതിന് മിസ്രൈമ്യർ മൂര് ഉപയോഗിച്ചിരുന്നു. സൗന്ദര്യ സംവർദ്ധക വസ്തുവാണ് മൂര്. എസ്തേറിന്റെ പുസ്തകം 2:12, ഉത്തമഗീതം 5:5. വസ്ത്രവും മെത്തയും സുഗന്ധമാക്കുന്നതിന് മൂര് ഉപയോഗിച്ചു വന്നു. സങ്കീർത്തനം 45:8, സദൃശവാക്യം 7:17, ഉത്തമഗീതം 1:13, 3:6. കാവ്യങ്ങളിൽ പ്രതിബിംബമായി മൂരിൻ്റെ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഉത്തമഗീതം 4:6, 14, 5-ാം അധ്യായം 1-13 വാക്യങ്ങൾ. വിശുദ്ധ അഭിഷേക തൈല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒന്നാണ് മൂര്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 23-ാം വാക്യം. ശിശുവായ യേശുവിൻ്റെ മുൻപിൽ വിദ്വാൻമാർ കാഴ്ചവെച്ച വസ്തുക്കളിൽ ഒന്നാണ് മൂര്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ ശവമടക്കത്തിന് വേണ്ടി നിക്കോദീമോസ് 100 റാത്തൽ മൂരും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വാക്യം.